ഹായ്, ഗ്രേസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇതൊരു ലെമൺ പ്ലാന്റ് ആണ്. പാകിസ്ഥാൻ ലെമൺ ആണ്. പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞൊരു 7 മാസം കഴിഞ്ഞപ്പോൾ ഇതിൽ ഫ്ലവർ ചെയ്തു. 13ഓളം നല്ല ടേസ്റ്റുള്ള സൂപ്പർ നാരങ്ങ ലഭിച്ചു. നല്ല നീരായിട്ട്, നല്ല ടേസ്റ്റായിട്ട്, തൊലിക്ക് തീരെ കട്ടി കുറവായിട്ട് നല്ലൊരു ഇനമാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഞങ്ങൾ ഒന്നിച്ച് മേടിച്ച ഒരു പ്ലാന്റാണത്. പക്ഷെ അദ്ദേഹത്തിന് ഇതുവരെ ഇത് ഫ്ലവർ ചെയ്തിട്ടില്ല. ഫസ്റ്റ് വിളവെടുപ്പിന് ശേഷം ഇപ്പം 3 മാസം കഴിഞ്ഞു. ഇപ്പം നിറയെ ഇതിൽ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് മറ്റൊരു പ്ലാന്റിലേക്ക് പോകാം. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം ഈ പ്ലാന്റിൽ നിന്നും പറയാനുണ്ട്. ഇത് ഇന്തോനേഷ്യയിൽ വളരെ പ്രചാരത്തിലുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പപ്പായാണ്. സാധാരണ പപ്പായ അല്ല ഇത്. ഇതിന് കുറേയധികം വ്യത്യസ്തതകളുണ്ട്. ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട്. കണ്ടോ, ഈ പപ്പായയുടെ ഒരു പ്രത്യേകത, ഇതിനൊരു പ്രത്യേക ഡിസൈനാണ്. ഡിസൈൻ നമുക്ക് കണ്ടില്ലേ, അതിൻ്റെ അറ്റഭാഗത്തൊരു പ്രത്യേക ഡിസൈനാണ്. കണ്ടോ, ഈ ഡിസൈൻ കണ്ടോ. ഇത് വലിപ്പം വെക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഡിസൈൻ ആയതോടുകൂടിയാണ് ഇത് വരുന്നത്. ഈ വരുന്നതിലെല്ലാം നമുക്ക് ഈ ഡിസൈൻ കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുമാത്രമല്ല, ഇത് പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ ഒരു ആദ്യം ഇത് മുകളിലേക്കാണ് ഇതിൻ്റെ ഫ്രൂട്ടുകൾ വരുന്നത്. അതിനുശേഷം പയ്യെ വെയിറ്റാകുമ്പോൾ അടിയിലേക്ക് താഴ്ന്നു വരികയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ 2-3 പേർ ഒരുമിച്ച് പ്ലാന്റ് ചെയ്തതാണ്. 2 പേരുടെയും പ്ലാന്റ് പോകുവാനിടയായിത്തീർന്നു. എൻ്റെ ഈ ഒരു പ്ലാന്റ് രക്ഷപ്പെടാനിടയായിത്തീർന്നു. അപ്പോൾ ഇങ്ങനെ ചില അനുഭവങ്ങൾ വേറെ എനിക്കുണ്ട്. ഞാൻ ഒരു പിങ് പോങ് ലോങ്ങൻ പ്ലാന്റ് ചെയ്തു. ആ പ്ലാന്റ് നഷ്ടപ്പെട്ടു. വലിയ വില കൊടുത്ത് വാങ്ങിയതാണ്. രണ്ടാമത് പിന്നെയും ഒരെണ്ണം പ്ലാന്റ് ചെയ്തു. അതും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ ചില അനുഭവങ്ങൾ. ഇപ്പോൾ ബ്ലൂബെറിയുടെ ഒരു പ്ലാന്റ് ഞാൻ നട്ടു. 2 പ്ലാന്റുകൾ നഷ്ടപ്പെട്ടു പോയതിനു ശേഷമാണ് 3ാമത്തെ പ്ലാന്റ് എനിക്ക് പിടിച്ചു കിട്ടിയത്. ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ബൈബിളിൽ ഇങ്ങനെ ഒരു വേർഡുണ്ട്: നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് ദൈവമാണ്. അതെന്നെ കൂടുതൽ എളിമപ്പെടുത്താൻ, ആ വാക്യം എന്നെ എളിമപ്പെടുത്താൻ ഇടയായി തീർന്നു. എന്നാൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ വളരെ താഴ്മയോടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മികച്ച റിസൾട്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി എൻ്റെ ചില പരിചരണ രീതികൾ നമുക്ക് പരിചയപ്പെടാം. പ്ലാന്റിൻ്റെ പരിപാലനത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രൂണിങ് എന്ന് പറയുന്നത്, കൊമ്പുകോതൽ. അപ്പോൾ ഈ കൊമ്പുകോതലിൽ ബെറാപ്പിളിൻ്റെ കൊമ്പുകോതലാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മറ്റ് പ്ലാന്റുകളൊക്കെ കൊമ്പ് കോതിയതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത് ബെറാപ്പിളിൽ കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടെങ്കിലും ഏകദേശം ഒരു 8-9 മാസം മുമ്പ് പ്രൂൺ ചെയ്തതിന് ശേഷം വന്ന സ്റ്റമ്പുകളാണ് ഈ 3 അപ്പോൾ അന്ന് വന്നതിന് ശേഷം നല്ല രീതിയിൽ എനിക്ക് ഇതിൽ നിന്ന് ഫ്രൂട്ട് കിട്ടാനിടയായി തീർന്നു. അപ്പോൾ അതിനുശേഷം മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ പ്രൂണിങ് അല്പം ലേറ്റായി. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ഓരോ കായകൾ ഉണ്ടാകുന്നല്ലാതെ വലുപ്പമില്ല, നല്ല രീതിയിൽ കാപിടുത്തം കാണുന്നില്ല. അപ്പോൾ ഈ ബെറാപ്പിളിന് നല്ല വിളവ് ലഭിക്കാനായിട്ട് നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പ്രൂണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ താഴേന്ന് ഇങ്ങനെ പ്രൂൺ ചെയ്യണം, കണ്ടോ, ചെരിച്ച് പ്രൂൺ ചെയ്യണം. മാത്രമല്ല, ഇവിടെ നിന്ന് പ്രൂൺ ചെയ്യണം. മറ്റ് പ്ലാന്റുകൾ നമ്മൾ കൊമ്പാണ്, ചെറിയ ചെറിയ കമ്പുകളാണ് കളയുമ്പോൾ ബെറാപ്പിളിൻ്റെ പ്രൂണിങ് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു കമ്പ് മൊത്തം നമ്മൾ മാറ്റിക്കളയുക അല്ലേ, ചെരിച്ചിങ്ങനെ ആ കമ്പ് മൊത്തം നമ്മൾ മാറ്റിക്കളയും. ഇപ്പോൾ മഴയൊക്കെ മാറി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്, കാര്യമായിട്ടുള്ള മഴയില്ല. അപ്പോൾ ഇത് ബെറാപ്പിളിൻ്റെ മാത്രം കേട്ടോ. മറ്റ് പ്ലാന്റുകളുടെയൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇത് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ബെറാപ്പിൾ നമ്മൾ ഇങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടത്. ഇനി ഇതിൽ നിന്ന് വരുന്ന പുതിയ സ്റ്റമ്പുകളിൽ നിന്നാണ് നല്ല രീതിയിൽ ഫ്ലവറിങ്ങും അതുപോലെ നല്ല രീതിയിൽ കാപിടുത്തം ഉണ്ടായുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മളല്പം റബ്ബർ കോട്ട്, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. റബ്ബർ കോട്ട് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമുക്ക് സാധാരണ കടകൾ, ഇതുപോലെയുള്ള വളക്കടകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇതിന് വെള്ളം ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഫംഗസ് ബാധിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ബെറാപ്പിൾ. അപ്പോൾ നമ്മൾ ഇതിനിങ്ങനെ റബ്ബർ കോട്ട് തേച്ച് കൊടുക്കുകയാണ്.
ഇതിന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിൽ നിന്ന് പുതിയ സ്റ്റമ്പുകൾ വരും. ആ സ്റ്റമ്പ് വന്നു കഴിയുമ്പോൾ ഇത് നാനോ യൂറിയാണ്. നാനോ യൂറിയ. ഈ നാനോ യൂറിയ 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് സ്റ്റമ്പുകൾ ചെറുതായിട്ട് വലിപ്പം വെച്ച് കഴിയുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഈ നാനോ യൂറിയ സ്പ്രേ ചെയ്ത് കൊടുത്ത ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് NPK, ഓർഗാനിക് NPK കൊടുക്കും. അതിനുശേഷം വീണ്ടും ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മൈക്രോന്യൂട്രിയൻ്റ് ചെറിയൊരു അളവിൽ ഓർഗാനിക്കായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്ത് ഒരു കുറച്ച് ദിവസത്തിന് ശേഷം ഒരു 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഹ്യൂമിക് ആസിഡും ഫ്ലൂയിക് ആസിഡും ചേർന്ന ഒരു മിശ്രിതം ഇതിനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് പ്ലാന്റ് ഗ്രോത്ത് ചെയ്യാൻ ഇടയായിത്തീരും. ഇതെൻ്റെ 5 വർഷത്തോളം പ്രായമായിട്ടുള്ള ഒരു മംഗോസ്റ്റിൻ്റെ പ്ലാന്റാണ്. ഇത് നിറയെ മണ്ണിരകളാണ് ഇതിൻ്റെ ചുവട്ടിൽ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതിന് നമുക്ക് രാസവളങ്ങൾ ഇട്ട് കൊടുക്കാൻ ഒരു മനസ്സ് വരുന്നില്ല. അപ്പോൾ ഞാൻ NPK കൊടുക്കേണ്ട ഒരു സമയമായി. അതുകൊണ്ട് ഞാൻ ഇത് ലിക്വിഡ് NPK ആണ്. ഇത് ഓർഗാനിക്കാണ്, ഓർഗാനിക് പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതൊരു 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിലൊന്ന് തോതിൽ ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ മഴ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഹരരൂപത്തിലുള്ള വളം കൊടുത്താൽ അത് പ്രയോജനപ്പെടാൻ നനച്ചു കൊടുക്കണം. എന്നാൽ ഈ ലിക്വിഡ് വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വേരുകൾക്ക് അത് വലിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഓർഗാനിക് NPK ഞാനിത് ഈ മംഗോസ്റ്റിൻ പ്ലാന്റിന് കൊടുക്കുകയാണ്. ഓർഗാനിക് NPK. ഒത്തിരി വളം കൊടുക്കുന്നില്ല എല്ലാ കാര്യം. നമ്മൾ സമയാസമയങ്ങളിൽ ചെറിയ അളവിൽ കൊടുത്ത് ഇടവേളകൾ കൊടുക്കുന്നതാണ് ഇപ്പോഴും പ്ലാന്റിന് നല്ലത്. ഇത് സബാറ പ്ലാന്റ് ആണ്. ഇത് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, കമ്പുകളിലേക്ക് സൂര്യപ്രകാശം നല്ല രീതിയിൽ എത്തും. എൻ്റെ ഒരു റെഡ് ഹൈബ്രിഡ് ഇതോടൊപ്പം ഞാൻ പ്രൂൺ ചെയ്തിരുന്നു. അതിൽ ഫ്ലവർ വരാനിടയായി തീർന്നു. അപ്പോൾ നമ്മൾ പ്രൂണിങ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് ഫ്ലവർ ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവാണ്. പ്രൂൺ ചെയ്തിരിക്കുന്ന ഓസ്ട്രേലിയൻ മൾബറിയാണ്. ഇതിലിനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുതിയ നാമ്പ് വരും. അപ്പോൾ അതിൽ ധാരാളം കായ്കളും സാധാരണ കാണാറുണ്ട്. ഇത് ഓസ്ട്രേലിയൻ മൾബറിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബ്രസീലിയൻ ലോങ് മൾബറിയാണ്, റെഡ് മൾബറിയാണ്. ഇതും പ്രൂൺ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഇനി പുതിയ കമ്പുകൾ വരുമ്പോൾ അതിലൊക്കെ ഫ്രൂട്ടായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രൂണിങ് നമുക്ക് നല്ല വിളവ് നൽകുകയും മാത്രമല്ല പ്ലാന്റിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്തുവാനായിട്ട് കഴിയും. മഴയില്ലാത്ത മാസങ്ങളിൽ ജീവാമൃതമാണ് ഞാൻ മണ്ണിൽ കൊടുക്കുന്നത്. കണ്ടോ, ഇത് വെച്ചൂർ പശുവിൻ്റെ ചാണകമുണ്ട്, മൂത്രമുണ്ട്, അതുപോലെ ചെറുപയർ കുതിർത്തി അരച്ചത്, കടല കുതിർത്തി അരച്ചത്, കടലപ്പിണ്ണാക്ക്, ശർക്കര, അല്പം മണ്ണ് ചേർത്തിട്ടുണ്ട്, പാളയംകോടൻ ചേർത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിലാണ് ഞാൻ പുളിപ്പിക്കുന്നത്. 7 ദിവസം എല്ലാ ദിവസവും രാവിലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വളരെ നേർപ്പിച്ച് എല്ലാ പ്ലാന്റുകളുടെയും ചുവട്ടിൽ കൊടുക്കും. അതുകൊണ്ട് നല്ല മണ്ണിരയുണ്ട് മണ്ണിൽ. മാത്രമല്ല ഇത് കൊടുത്തു കഴിയുമ്പോൾ നല്ല വളർച്ച കിട്ടുന്നുണ്ട്. നമ്മുടെ ശീമക്കൊന്നയുടെ ഇല, അതുപോലെ പൊട്ടാഷ് കൂടുതലുള്ള പ്രത്യേകം ചെടി, വള്ളി പോലത്തെ ഒരു ചെടി, അതിൻ്റെ ഇലകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ചെറിയ പരിപാലനങ്ങൾ. ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ടാണ്. ഇത് കാണാനൊരു രസമുണ്ട്, നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, എവിടെയൊക്കെ നിറയെ ഉണ്ട്. പക്ഷേ ചെറിയ ഫ്രൂട്ടാണെങ്കിലും അത് എനിക്ക് ഇഷ്ടമാണിത്. കാരണം ഇതിങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ നമുക്കൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ അത്യാവശ്യം ടേസ്റ്റ് മധുരമൊക്കെ ഉണ്ട്. ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് നല്ല ബുഷായിട്ട് ഇത് വളരും. റെയിൻബോ കരിമ്പാണ്. റെയിൻബോ ഇത് ജയന്റ് നിപ്പിൾ അബിയുമാണ്. കവറിട്ട് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ചിത്രശലഭം വന്ന് ഇതിൽ നീരൂറ്റി കുടിക്കുകയാണ്. അതുകൊണ്ട് നല്ലൊരു വെറൈറ്റിയാണ് ജയന്റ് നിപ്പിൾ അബിയു. ഇതിങ്ങനെ കവറിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു കറുത്ത ഇത് വന്നിട്ട് ഇത് പോവുകയാണ്. അല്ല, ഇത് ഈ ഫ്രൂട്ട് ഇപ്പോൾ കറുപ്പ് വന്നിട്ട് അത് ഒഴിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കവറിട്ടിരിക്കുന്നത്. ജയന്റ് നിപ്പിൾ അബിയു നല്ലൊരു വെറൈറ്റിയാണിത്. 2.5 വർഷമായ പ്ലാന്റാണ്. ഫസ്റ്റ് ടൈം ഫ്ലവർ ചെയ്തതാണ്. അവിടെ ഇവിടെയൊക്കെ വീണ്ടും ഫ്ലവർ ചെയ്യുന്നുണ്ട്, കായകളൊക്കെ പിടിക്കുന്നുണ്ട്. ജയന്റ് നിപ്പിൾ അബിയു.
ഇത് അബിയുവിൻ്റെ മറ്റൊരു പ്ലാന്റാണ്. ഇത് 4 സീസൺ അബിയു എന്ന് പറയും. നല്ല ടേസ്റ്റുള്ള ഇനമാണ്. ഇത് അടുപ്പിച്ച് ഒരു 2-3 തവണ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ അതേ ഗുണം ഇപ്പം നട്ട പ്ലാന്റുകൾക്കെല്ലാം കിട്ടിയത്. ഞാൻ പ്ലാന്റ് ചെയ്തിട്ട് 2 വർഷം ആകുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ തന്നെ ഇത് ഫ്ലവർ ചെയ്തു. ആദ്യം ഫ്ലവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് ഫ്ലവർ ചെയ്തു, പക്ഷെ കായൊന്നും പിടിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യ വർഷം കായ്കളൊന്നും പിടിച്ചില്ല, വളരെ കുറച്ച് മാത്രമേ ഫ്ലവറിങ് നടന്നുള്ളൂ. അതിൽ ഇപ്രാവശ്യം അത്യാവശ്യം ഫ്ലവറിങ് നടക്കുകയും ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ പുതിയ കായ്കളൊക്കെ പിടിച്ച് കാണുന്നുണ്ട്. കൂടാതെ പുതിയ മുട്ടുകളൊക്കെ വരുന്നുണ്ട്. 2 വർഷം പ്രായമായിട്ടുള്ള 4 സീസൺ അബിയു ആണ്.